വാൽമീകി രാമായണത്തിലെ ഉത്തരകാണ്ഡത്തിൽ മണ്ഡോദരിയുടെ മുൻ ജന്മത്തെക്കുറിച്ചും ഭൂമിയിലേക്കുള്ള ആ ജനനത്തെക്കുറിച്ചും ഒരു ഐതിഹ്യം പറയുന്നുണ്ട്. അതായത് സ്വർഗത്തിൽ മധുരാവതി എന്ന പേരുള്ളൊരു അപ്സരസ് ഉണ്ടായിരുന്നു. ഒരിക്കൽ കൈലാസത്തിലെത്തിയ മധുരാവതി പാർവതീദേവി ഇല്ലാത്ത സമയത്ത് ഭഗവാൻ പരമേശ്വരനുമായിട്ട് അടുപ്പത്തിൽ ആകുവാൻ ശ്രമിക്കുകയും തിരിച്ചെത്തിയ പാർവതീദേവി ഭഗവാന്റെ ആ ഒരു ശരീരത്തിൽ മധുരയുടെ ആ സാന്നിധ്യത്തിൻ്റെ ലക്ഷണങ്ങൾ ഭസ്മം പുരണ്ടത് കണ്ട് കോപിതയായി. തുടർന്ന് സ്വർഗത്തിൽ നിന്നും താഴെ വീണ് 12 വർഷത്തോളം ഒരു കിണറ്റിൽ തവളയായിട്ട് ജീവിക്കുവാൻ പാർവതീദേവി ഈ മധുരയ്ക്ക് ശാപം നൽകി. എന്നാൽ ശിവഭഗവാൻ അവളെ ആശ്വസിപ്പിക്കുകയും ശാപകാലം കഴിയുമ്പോൾ അവൾ അതിസുന്ദരിയായൊരു പെൺകുട്ടിയായി മാറുമെന്നും ലോകപ്രശസ്തനും പരാക്രമശാലിയുമായൊരു വീരപുരുഷനെ തന്നെ അവൾക്ക് ഭർത്താവായിട്ട് ലഭിക്കുമെന്നും അനുഗ്രഹിക്കേണ്ടായി. അങ്ങനെ ഈ ശാപകാലം പൂർത്തിയായപ്പോൾ ആ തവള അതീവ സൗന്ദര്യമുള്ളൊരു യുവതിയായിട്ട് മാറി ആ കിണറ്റിൽ വെച്ച് ഉറക്കെ കരയേണ്ടായി. ആ സമയത്ത് അവിടെ തപസ് ചെയ്തുകൊണ്ടിരുന്ന മയാസുരനും ഭാര്യയായ ഹേമ എന്ന അപ്സരസും ഈ ഒരു ശബ്ദം കേട്ടു. ഹേമ അപ്സരസ് തന്നെയാണ്. അങ്ങനെ ആ സമയത്ത് കുട്ടികളില്ലാതെ വിഷമിച്ചിരുന്ന അവർ ആ പെൺകുട്ടിയെ സ്വന്തം മകളായിട്ട് സ്വീകരിക്കേണ്ടായി. അങ്ങനെ മയാസുരൻ്റെയും ഹേമയുടെയും മകളായിട്ട് വളർന്ന അവൾ മണ്ഡോദരി എന്ന പേരിൽ അറിയപ്പെട്ടു. മണ്ഡൂകം അതിൻ്റെ അർത്ഥം തവള. മണ്ഡൂകം എന്നാൽ തവള എന്നാണ് അർത്ഥം. അങ്ങനെ തവളയായിട്ട് കിണറ്റിൽ കഴിഞ്ഞിരുന്ന അപ്സരസ് പിന്നീട് ശാപമോക്ഷം ലഭിച്ചൊരു പെൺകുഞ്ഞായി മാറുകയും ആ കുട്ടിയെ അസുരശില്പിയായ മയനും ഹേമയും ചേർന്ന് വളർത്തുകയും ചെയ്തു. തവളയിൽ നിന്ന് രൂപം പ്രാപിച്ചവൾ എന്ന അർത്ഥത്തിലാണ് ആ കുട്ടിക്ക് മണ്ഡോദരി എന്നൊരു പേര് നൽകേണ്ടായത്. അങ്ങനെ ലങ്കാധിപതിയായ രാവണൻ ലോകം കീഴടക്കുന്നതിൻ്റെ യാത്രകളുടെ തന്നെ ഭാഗമായിട്ട് ഈ മയാസുരൻ്റെ കൊട്ടാരത്തിൽ അതിഥിയായിട്ട് എത്തിച്ചേർന്നു. ആ സമയത്ത് രാവണൻ മണ്ഡോദരിയെ ആദ്യമായിട്ട് കാണുകയും രാവണനും മണ്ഡോദരിയും തമ്മിലുള്ള ആ ഒരു ബന്ധം ഇന്നത്തെ കാലത്തെ ആ പ്രണയകഥകൾ പോലെ പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ട് പ്രണയിച്ച ഒന്നായിരുന്നില്ല. മണ്ഡോദരിയെ കണ്ടപ്പോൾ അവളുടെ ആ അതീവ സൗന്ദര്യത്തിലും ആ ലാവണ്യത്തിലും ഗുണങ്ങളിലും രാവണൻ പെട്ടെന്നാണ് ആകൃഷ്ടനായി മാറിയത്. അവളെ തൻ്റെ പത്നിയാക്കാൻ രാവണൻ ആ സമയത്ത് ആഗ്രഹിച്ചു. അങ്ങനെ ലോകത്തിലെ ഏറ്റവും ശക്തനും പ്രതാപശാലിയുമായ രാക്ഷസ രാജാവാണ് രാവണൻ എന്നതുകൊണ്ടും മയാസുരന് ഈ രാവണനോടുണ്ടായിരുന്ന സൗഹൃദവും ആദരവും കൊണ്ടും മയാസുരൻ എന്തു ചെയ്തു? ഈ വിവാഹത്തിന് സന്തോഷത്തോടു കൂടിയിട്ട് സമ്മതം മൂളി. രാവണൻ്റെ ശക്തിയും പ്രതാപവും കണ്ട് മണ്ഡോദരിയും ഈ വിവാഹത്തിന് എതിർപ്പ് പ്രകടിപ്പിച്ചില്ല. അങ്ങനെ രാവണൻ മണ്ഡോദരിയെ വിവാഹം കഴിച്ച് ലങ്കയിലേക്ക് കൊണ്ടുപോയി. പിന്നീട് രാജ്ഞിയായ ശേഷമുള്ള ജീവിതത്തിലാണ് രാവണനോടുള്ള അവളുടെ ഉത്തരവാദിത്തങ്ങളും പത്നീധർമ്മവും ഉറച്ചുപോയത്. രാവണന് മേഘനാഥൻ, അധികായൻ, അക്ഷയകുമാരൻ എന്നിങ്ങനെ ശക്തരായ പുത്രന്മാർ ജനിച്ചത് മണ്ഡോദരിയിലൂടെയാണ്. രാവണൻ അഹങ്കാരിയായി മാറുകയും ദേവന്മാരെയും മഹർഷിമാരെയും ഉപദ്രവിക്കുവാൻ തുടങ്ങുകയും ചെയ്തപ്പോഴൊക്കെ ഈ മണ്ഡോദരി പലപ്പോഴും അദ്ദേഹത്തിന് നല്ല ഉപദേശങ്ങൾ നൽകിയിരുന്നു. പ്രത്യേകിച്ച് സീതാപഹരണത്തിന് ശേഷം സീതാദേവിയെ അപഹരിച്ചു കൊണ്ടുവന്നത് വലിയ പാപമാണ്, അവളെ രാമന് തിരികെ നൽകുക എന്ന് രാവണനോട് ശക്തമായിട്ട് വാദിച്ച ഏക വ്യക്തി മണ്ഡോദരി തന്നെയാണ്. രാവണൻ്റെ ആ സർവനാശം മണ്ഡോദരി മുൻകൂട്ടി കണ്ടിരുന്നു എന്ന് തന്നെ പറയാം. എന്നാൽ രാവണൻ മണ്ഡോദരിയുടെ ആ വാക്കുകൾ കേൾക്കാൻ തയ്യാറായില്ല. അങ്ങനെ ലങ്കാദഹന സമയത്തും രാവണ യുദ്ധക്കളത്തിൽ ഓരോരുത്തരായിട്ട് വീഴുമ്പോഴും മണ്ഡോദരി രാവണൻ്റെ ആ വിയോഗത്തെ ഓർത്ത് ആശങ്കപ്പെട്ടു. മേഘനാഥൻ ഉൾപ്പെടെയുള്ള മക്കൾ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ മണ്ഡോദരി അനുഭവിച്ച ആ ദുഃഖം എത്ര വലുതാണ്. ഒടുവിൽ ശ്രീരാമസ്വാമിയുടെ അമ്പേറ്റ് രാവണൻ വീണപ്പോൾ യുദ്ധക്കളത്തിലേക്ക് ഓടിയെത്തിയ മണ്ഡോദരി രാവണൻ്റെ ആ മൃതദേഹത്തിനരികിലിരുന്ന് ചെയ്ത ആ ഒരു വിലാപമുണ്ട്. രാമായണത്തിലെ ഏറ്റവും വികാരഭരിതമായ ഭാഗങ്ങളിൽ ഒന്നാണ്. ധർമ്മം തെറ്റിച്ചതിന് ഭർത്താവിനെ ശകാരിക്കുമ്പോഴും ഒരു പത്നി എന്നുള്ള ആ നിലയിലുള്ള തൻ്റെ സ്നേഹവും ദുഃഖവും കണ്ണീരോടുകൂടിയിട്ട് അവൾ ശ്രീരാമപാദങ്ങളിലാണ് അർപ്പിച്ചത്. വാൽമീകി രാമായണത്തിൽ മണ്ഡോദരിയുടെ ഈ ഒരു വിലാപം വളരെ വികാരഭരിതമായിട്ട് തന്നെ വിവരിച്ചിട്ടുണ്ട്. ഭർത്താവിൻ്റെ ആ വിയോഗത്തിൽ തളർന്നു പോയ മണ്ഡോദരിയെയും മറ്റ് രാക്ഷസ സ്ത്രീകളെയും ശ്രീരാമസ്വാമി ആശ്വസിപ്പിക്കുകയും ലൗകികമായ സത്യങ്ങളും ധർമ്മങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. രാവണൻ്റെ അന്തിമ കർമ്മങ്ങൾ യാതൊരു തടസ്സവുമില്ലാതെ ഭംഗിയായി നടത്തുവാൻ
രാമനാണ് വിഭീഷണന് നിർദ്ദേശം നൽകുന്നത്. മണ്ഡോദരിയുടെ ആ നേതൃത്വത്തിൽ ആ ചടങ്ങുകൾ വളരെ ഭംഗിയായിട്ട് തന്നെ നടക്കുകയും ചെയ്യുന്നുണ്ട്. തൻ്റെ ഭർത്താവ് ചെയ്ത തെറ്റുകളുടെ ആ ഫലമാണ് പ്രത്യേകിച്ച് സീതാപഹരണം, ഈ നാശമെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. രാമൻ്റെ ശരമേറ്റ് മരണപ്പെട്ടതിനാൽ രാവണന് മോക്ഷം സായുജ്യം ലഭിച്ചു എന്ന് പറഞ്ഞ് മണ്ഡോദരി സ്വയം ആശ്വസിക്കുകയും ശ്രീരാമസ്വാമിയുടെ ആ ദൈവീകതയെ സ്തുതിക്കുകയും ചെയ്യുന്നുണ്ട്. ദുഃഖിച്ചിരിക്കുന്ന മണ്ഡോദരിയെയും മറ്റ് രാക്ഷസ സ്ത്രീകളെയും ശ്രീരാമസ്വാമി ആശ്വസിപ്പിച്ചുകൊണ്ട് പരമമായ ആത്മജ്ഞാനം ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട്. ശരീരമല്ല ആത്മാവ്, ശരീരം നശ്വരമാണ്, എന്നാൽ ആത്മാവ് അമരമാണ്. അതുകൊണ്ട് ജ്ഞാനിയായ നീ ലങ്കേശൻ്റെ നശ്വരമായ ഈ ശരീരത്തെ ഓർത്തിട്ട് ദുഃഖിക്കേണ്ടതില്ല എന്ന് ശ്രീരാമസ്വാമി മണ്ഡോദരിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു ഉപദേശത്തോടു കൂടിയിട്ട് മണ്ഡോദരിയുടെ ആ മനസ്സിലെ സങ്കടവും മോഹവും മാറിയിട്ട് ശാന്തി കൈവരുന്നുണ്ട്. ഇനി അതിനുശേഷം എന്താണ് സംഭവിച്ചത്? തപസ്സും ആ ആത്മീയ ജീവിതവുമായിട്ടാണ് മണ്ഡോദരി പിന്നീട് പോയത്. അധ്യാത്മരാമായണത്തിലെ യുദ്ധകാണ്ഡത്തിൻ്റെ അവസാനം ശ്രീരാമസ്വാമിയുടെ ഉപദേശത്താൽ ജ്ഞാനോദയമുണ്ടായ മണ്ഡോദരി പിന്നീട് ലങ്കയിലെ കൊട്ടാരത്തിൽ കടുത്ത സുഖഭോഗങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഏകാന്തമായ ആത്മീയ ജീവിതത്തിലേക്കും തപസ്സിലേക്കും തിരിഞ്ഞു എന്നാണ് വ്യക്തമാക്കുന്നത്. മലയാളികൾ ഭക്തിപൂർവം വായിക്കുന്ന എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിൽ മണ്ഡോദരി രാവണനു ശേഷം വിഭീഷണനെ വിവാഹം കഴിച്ചതായിട്ട് പറയുന്നില്ല. മറിച്ച് അവർ ഭർത്താവിൻ്റെ അന്ത്യകർമ്മങ്ങൾക്കു ശേഷം കൊട്ടാരത്തിലെ ജ്ഞാനിയായിട്ട് തപസ്വിനിയായിട്ട് ജീവിച്ചു എന്നാണ് കാണിക്കുന്നത്.